നമസ്കാരം, ഞാൻ ആഷിഖ്. നമസ്കാരം, ഞാൻ ജയ പാർവതി. ജനവിധി 2026 സ്വാഗതം. എന്താണ് ജനവിധി? ജനങ്ങൾ വിധിക്കുന്ന വിധിയാണോ ജനവിധി, അല്ലെങ്കിൽ ജനങ്ങൾക്കെതിരെ രാഷ്ട്രീയക്കാർ വിധിക്കുന്ന മുൻവിധിയാണോ ജനവിധി? എന്തായാലും ഒരു കഥ പറയാം. ഒരു കാക്കയുടെ കൂട്ടിൽ കുയിൽ മുട്ടയിട്ടു. സ്വന്തം മുട്ടയാണെന്ന് വിശ്വസിച്ച് കാക്ക അടയിരുന്നു. മുട്ട വിരിഞ്ഞു. കുയിൽ പുറത്തിറങ്ങി കാക്കയെ തിരിഞ്ഞു നോക്കാതെ പറന്നുപോയി. ഇതാണോ രാഷ്ട്രീയം? ഇതല്ല രാഷ്ട്രീയം എന്ന് തെളിയിക്കുകയാണ് ഏഴംകുളം പഞ്ചായത്തിലെ ഭരണകക്ഷി അംഗങ്ങളും പ്രതിപക്ഷ അംഗങ്ങളും. ആശയപരമായി അവർ എതിരാണെങ്കിലും ഇവിടെ ഒറ്റക്കെട്ടായി ഒരു കിടക്കീഴിൽ ഒരു സോഫക്കരികിൽ അവർ ഒരുമിച്ചിരിക്കുന്നു. ഇതല്ല യഥാർത്ഥ രാഷ്ട്രീയം, ഇതല്ല ജനാധിപത്യം. അപ്പോ ഇന്നത്തെ ജനവിധിയിൽ നമ്മളുമായി സംവദിക്കാൻ എത്തിയിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ രണ്ട് പുലിക്കുട്ടികൾ, രണ്ട് പാർട്ടിയിലെ ഗർജിക്കുന്ന സിംഹങ്ങൾ, കൗശലക്കാരായ രണ്ട് കുറുക്കന്മാർ. എന്താ മൃഗശാലയോ? സോറി. അപ്പൊ നമുക്ക് പരിചയപ്പെടാം. കേരള രാഷ്ട്രീയത്തിലെ മുടിചൂടാ മന്നനായ CPR, കേരള രാഷ്ട്രീയത്തിലെ മറ്റൊരു തലതൊട്ടപ്പനായ VCR. അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആണ്. ആര് പറഞ്ഞു? അതൊക്കെ മാറി, ഇപ്പം പെൻഡ്രൈവ് ഒക്കെ ആയി. ഹലോ, VC രാമകൃഷ്ണൻ. അതാണ്. അങ്ങനെ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഇലക്ഷൻ റിസൾട്ട് വരാനായിട്ട് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളും സജ്ജമായി കഴിഞ്ഞു. ന്യൂസുകൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും രാവിലെ തന്നെ എത്തിക്കഴിഞ്ഞു. ചായ കുടിക്കാൻ പോലും നിങ്ങൾ ആരും പോകരുത്. ഞങ്ങളുടെ ചാനലിന് മുമ്പിൽ തന്നെ നിൽക്കണം. ഞങ്ങൾക്ക് പിടിച്ചെടുക്കണം. റേറ്റിംഗ് പിടിച്ചെടുക്കണം. ഞങ്ങളാണ് മുമ്പിൽ. അപ്പോൾ നമുക്ക് തുടങ്ങി വെക്കാം. സാർ, Willy White toothpaste. മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് Willy White toothpaste. റിസൾട്ട് അറിയാൻ കാത്തിരിക്കുകയാണ് കേരളം. എന്താണ്, എങ്ങനെയാണ്, എത്ര സീറ്റ് നിങ്ങളുടെ പാർട്ടി പിടിക്കും? CPR സാർ പറയൂ. അല്ല, അത് പ്രത്യേകിച്ച് നമ്മളിപ്പോ ആ വിജയലക്ഷ്യം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നേരത്തെ തന്നെ. അതിനിപ്പോ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. 150 സീറ്റ് പിടിക്കും എന്നുള്ളതാണ്. 180. 180 അതെ. സീറ്റുകൾ നിങ്ങൾ പിടിക്കുമെന്നാണ് അല്ല പ്രതീക്ഷ. അത് പിടിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പിടിച്ചു അത്. സാർ, CPR പറയുന്നത് 180 സീറ്റുകൾ പിടിക്കുമെന്നാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അത് എത്ര സീറ്റുകൾക്ക് പ്രതീക്ഷയുണ്ട്? വെട്ടിപൊട്ടിക്കാതെ നമുക്ക് പറയാവുന്ന കേസുള്ളൂ. പറയൂ. അവരെക്കാൾ 10 സീറ്റ് കൂടുതൽ എന്റെ പാർട്ടിക്ക് ഉണ്ടാകും. 190. 109. അതെ. 190. അതെ. അതിന് കേരളത്തിലാകെ 140 മണ്ഡലങ്ങളല്ലേ ഉള്ളൂ. ബാക്കി സീറ്റൊക്കെ നിങ്ങൾ എവിടെ പോയി പിടിച്ചെടുക്കാനാ? ബാക്കി ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ചിങ്ങ് മേടിക്കും. പിന്നെ ഈ സൈക്കിളിന്റെയും സ്കൂട്ടറിന്റെ ഒക്കെ സീറ്റ് വലിച്ചു കീറിയെടുക്കും. അല്ല ആഷിഖ്, എന്താ സാർ, എന്താ എന്നെ വിളിച്ചത്? തുമ്മിയതാ. ആഷിഖ്, നമ്മളോട് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് ഇവിടെ കൊണ്ട് നിർത്തിയേക്കുന്നത്. അപ്പൊ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ അഡീഷണൽ കയ്യിൽ നിന്നിട്ട് നമ്മൾ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യം. എന്ത് മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞാലും അതിൽ തന്നെ ഉറച്ചു നിൽക്കും. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ 150 സീറ്റ് കിട്ടും. അപ്പൊ അതിലങ്ങ് സാർ, ഈ 150 സീറ്റ് കിട്ടും എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് എന്ത് വാഗ്ദാനമാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ നല്ല വാഗ്ദാനങ്ങൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളിപ്പം എന്റെ മണ്ഡലത്തിലെ കാര്യം ഞാൻ അക്കമിട്ട് പറഞ്ഞുതരാം. എന്റെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ടു കഴിഞ്ഞാല്, ജയിപ്പിച്ച നിയമസഭയിലേക്ക് തിരുവനന്തപുരത്തേക്ക് അയച്ചു കഴിഞ്ഞാല് അമ്മ ബംഗാമാർക്ക് പുറത്തിറങ്ങി നടക്കാം. അത് തന്നെയല്ല, അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ മോഷണം, പിടിച്ചുപറി, കൊലപാതകം, അക്രമം, പീഡനം, കുളിസി നോക്കൽ, ഇതൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത് നമ്മുടെ പ്രകടന പത്രികയിൽ നമ്മൾ പറഞ്ഞ വാക്കാണ്. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ നമുക്ക് വോട്ട് ചെയ്യും. അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും? ചിഹ്നം സാരിയാണ്. അല്ല, അതെ, ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ പാർട്ടിയുടെ സ്വഭാവം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. അദ്ദേഹം പറഞ്ഞതിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അല്ല സാർ, എന്താ സാർ, എന്താ എന്നെ വിളിക്കുന്നത്? വിളിച്ചാലോ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നിട്ടുണ്ട്. സാറിന്റെ പാലാങ്കര മണ്ഡലത്തിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി CPRന്റെ സ്ഥാനാർത്ഥി 135 വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിൽ മുന്നിലാണ്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങുമ്പോൾ അതിന്റെ ആവശ്യമില്ല. പോസ്റ്റ് വോട്ടിടണം. താഴെ കസേരയോ സോഫ സെറ്റ് എണ്ണിക്കൂടെ? പോസ്റ്റിൽ ഇരുന്നല്ല വോട്ട് എണ്ണുന്നത്. അതായത് തപാൽ വോട്ട് എന്നാണ് ഉദ്ദേശിച്ചത്. തപാൽ 135 വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിൽ മുന്നിലാണ്. 135 വോട്ടുകൾക്ക് മുന്നിലാണ്. അതെ, കള്ള വോട്ട് ചെയ്തല്ലേ? തള്ള വോട്ട് ചെയ്യും. പിന്നെ തള്ള വോട്ട് ചെയ്യാതെ വോട്ട് കിട്ടുമോ? കള്ള വോട്ടല്ല, കള്ള വോട്ട് ചെയ്തിട്ട് അത്രയും ഇത്തിയാക്കണത്. അല്ല, ഞാൻ ചോദിക്കണത് അല്ലല്ല
എന്താണ് സാർ എന്താണ് എന്നെ വിളിച്ചത്? ഞാൻ പറയട്ടെ, ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് സംസാരിക്കാൻ എനിക്ക് സമയം നിങ്ങൾ സമയം തന്നിട്ടുണ്ട്. അല്ലല്ല, അവസരം കിട്ടിയ ഞാൻ സംസാരിക്കാം. എനിക്ക് നിങ്ങൾ സമയം തന്നിട്ടുണ്ട്. കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകണം. നിങ്ങൾക്ക് സമയം തന്നിട്ടുണ്ട്. അല്ല, 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 അല്ല സാർ, അപ്പൊ എന്റെ സമയം വിലപ്പെട്ടതാണ്. എന്റെ സമയം വിലപ്പെട്ടതാണ്. കള്ളവോട്ടിനെ കുറിച്ച് പറയൂ. നിങ്ങൾ മിണ്ടരുത്. ഞാൻ അക്കമിട്ട് നിരത്തി വെച്ച് തരാം അതിന്റെ തെളിവുകൾ. ഞാൻ പറയാം, നിങ്ങൾ സംസാരിക്കരുത്. സംസാരിക്കാതെ അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് പശുക്കൾക്ക് പാല് കുറയുന്ന ആ കാരണം പശുക്കളുടെ പാലല്ല, കള്ള വോട്ട് ചെയ്തത് എന്താണ് അതിനെ കുറിച്ച് പറയൂ. ഞാൻ നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങൾ പറയാം. അപ്പൊ ആനയുടെ കറുപ്പ് നിറം, ആനയുടെ സാർ ഇത് പറയൂ സാർ. കള്ള വോട്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ ചെയ്തില്ലേ? നിങ്ങളുടെ മണ്ഡലത്തിൽ അത് വ്യക്തമാക്കൂ. അശിക്ക് ഞാൻ ഓരോന്ന് പറഞ്ഞു വരികയില്ല. അതിനെ ഇടയ്ക്ക് കയറി സംസാരിക്കേണ്ട കാര്യമുണ്ടോ? പറയൂ. ഞാൻ അതിന്റെ കാരണങ്ങളാണ് പറഞ്ഞു വരുന്നത്. അതായത് ഞങ്ങളുടെ നാട്ടിൽ ഒരു കള്ളനുണ്ട്. ഇപ്പൊ എന്റെ മണ്ഡലത്തില് ഒരു കള്ളനുണ്ട്. അവന് ഒരു ചെറിയ മോഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാ. അപ്പൊ അവന് വോട്ട് അവകാശം നിഷേധിക്കാൻ പറ്റുമോ? അതൊരു ഇന്ത്യൻ പൗരന്റെ അവകാശമാണ്. അപ്പൊ അവൻ വോട്ട് ചെയ്തപ്പോൾ അത് ആരും എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടു. എന്ത് കള്ള വോട്ട് ചെയ്തെന്ന് പറഞ്ഞു. കള്ളൻ വോട്ട് ചെയ്താൽ അത് കള്ള വോട്ടാവൂ? കറക്റ്റ് കള്ള വോട്ടായിരുന്നു എല്ലാരും ചെയ്തത്. എത്ര കൃത്രിമ ആധാർ കാർഡ് നിങ്ങൾ ഉണ്ടാക്കി, മൊത്തം കള്ള വോട്ട് എടുത്തിട്ട് കള്ളന്റെ പേരിലാക്കണം വോട്ട്. അല്ല, നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ രാഷ്ട്രീയം മാറും. അല്ല, നീ എന്റെ രാഷ്ട്രീയം മാറും. സാർ അവിടെ പോയി സാർ. പ്ലീസ്, ഇത് പ്രേക്ഷകർ കാണുന്നതാണ് സാർ. പ്ലീസ് സംയമനം പാലിക്കൂ. വിജയ, എങ്ങനെയാണ് കാര്യം? പ്രേക്ഷകരുടെ പ്രതികരണമൊക്കെ വന്നു. പ്രേക്ഷകരുടെ പ്രതികരണം എനിക്ക് വന്നിട്ടുണ്ട്. മാവേലിക്കരയിൽ നിന്നൊരു സുകുമാരൻ, നിനക്കൊക്കെ വേറെ പണിക്ക് പോയിക്കോ, എന്തിനാടാ ഇവിടെ നിൽക്കുന്നത്? എടാ, എനിക്ക് പണിയുണ്ട്, ഞാൻ എന്റെ പണിയാണ് എടുക്കുന്നത്, അതുകൊണ്ടല്ലേ ഞാൻ കോട്ടിട്ട് ഇവിടെ നിൽക്കുന്നത്. നീ വെറുതെ ചുമ്മാ ഫോണിൽ നോക്കിക്കാതെ നീ നിന്റെ പണിക്ക് പോടാവേ. എന്റെ ഇല്ല, പോട്ടെ, ബാക്കി പറ. സാർ, എനിക്കൊരു പ്രേക്ഷകരുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ജയ ചേച്ചി ഭയങ്കര സുന്ദരിയാണ്. താങ്ക് യു. ജയ ചേച്ചിക്ക് നല്ല ഡ്രസ് സെൻസ് ഉണ്ട്, വാക്ചാതുര്യമുണ്ട്. ഇന്ന് രാവിലെ എന്റെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റി 500 രൂപ വൈകിട്ട് തിരിച്ചു വച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഹസ്ബൻഡിന്റെ മെസ്സേജ് ആയിരുന്നു. അപ്പൊ പിന്നെ സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അങ്ങനെയൊക്കെ പുകഴ്ത്തിയാലേ ഞാൻ അദ്ദേഹത്തിന്റെ SMS നോക്കത്തുള്ളൂ. നിങ്ങൾ വേറൊരു കാര്യം തിരിച്ചു വരാം, പറഞ്ഞോളൂ. ഒരു കാര്യം കൂടി അറിയണം. ഇവര് വൃദ്ധയായ ഒരു വോട്ടർക്ക് കാശ് കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചു. ഇവരെ പാർട്ടിക്കാർ അതിനെ കുറിച്ച് പ്രതികരിക്കണം സാർ. സാർ, അതിന്റെ വീഡിയോ വൈറലാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അല്ല, അതെന്തോ ചെറിയ ഉത്തരമുട്ടി എന്താണ് അങ്ങനെ പറയാൻ? സൗണ്ട് മാറിയ വേറെ അല്ല സാർ. സാർ പ്രതികരിക്കും സാർ. എന്താണ് വോട്ട് പൈസ കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചതിനെ കുറിച്ച് വ്യക്തമാക്കും സാർ. ആർക്ക് പൈസ കൊടുത്തു എന്നാണ്? നിങ്ങൾ വൃത്തിയായ ഒരു സ്ത്രീക്ക് പൈസ കൊടുത്തു. ശരിയാണ്. വീഡിയോ ഇവിടെ വൈറലാണ്. സുഹൃത്തെ, നിഷേധിക്കുന്നില്ല. പറയൂ. എനിക്ക് നിങ്ങൾ സമയം തന്നെ. ഞാൻ അക്കൗണ്ട് ഞാനെല്ലാം പറയാം. സമയം തന്നെ. പിന്നെ വൃത്തിയായ സ്ത്രീ, എന്റെ അമ്മ വൃത്തിയായ ഒരു സ്ത്രീയാണ്. അവർക്ക് ഞാൻ മരുന്ന് വാങ്ങിക്കാൻ പൈസ കൊടുത്തു. അതങ്ങനെ സ്വന്തം അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ പൈസ കൊടുത്താൽ അതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് തെളിവുണ്ടെന്നേ. എനിക്ക് തെളിവുണ്ട്. തെളിവുണ്ട്. അമ്മയ്ക്ക് പൈസ കൊടുത്താണ് തെളിവുണ്ട്. ജവാൻ ഫുൾ റം. ഇത് ബീവറേജിലെ ബില്ലാണ്. അപ്പൊ അതിനെ നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞ് ആക്ഷേപിക്കരുത്. ഞാനൊരു കാര്യം പറയാം. കമലാക്ഷി അമ്മയല്ലേ നിങ്ങളുടെ അമ്മ? അതെ. നിങ്ങൾ പൈസ കൊടുത്തത് സരോജിനി അമ്മക്കല്ലേ? ആണെങ്കിൽ ഒരാൾക്ക് 2 അമ്മ ഉണ്ടാവോ? എന്റെ അമ്മ സയാമിസ് അമ്മയാണ്. 2 അച്ഛനുണ്ടാവുന്ന കേട്ടിട്ട് 2 അമ്മയാണ് അല്ലല്ല. നിങ്ങൾ എന്താണ് സാർ? എന്താണ്? തുമ്മാനും പറ്റില്ല. എന്തൊരു അച്ഛന് പറയരുത്. സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങൾ രാഷ്ട്രീയക്കാരൻ. എനിക്കൊരു കാര്യം കിട്ടി ഞാൻ അതേ കയറി പിടിക്കാം. പിടിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഈ ലോകത്തിലെ എല്ലാ സംഭവം അച്ഛന് പറയും. നമുക്കൊരു ബ്രേക്ക് പോകാം. ഷോർട്ട് ബ്രേക്ക്. എന്നാണ് ഈ കാര്യത്തിനൊക്കെ അച്ഛൻ? നമ്മൾ ഇന്നലെ ഷെയർ ബില്ലൊക്കെ എടുത്ത് കൊടുക്കുന്ന വല്ല കാര്യം ഉണ്ടായിരുന്ന പരാജയങ്ങളാണ് ഇവര്. 10 പൈസക്ക് വിവരമില്ല, വാ പൊളിച്ച പണ്ടത്തരോട് പറഞ്ഞത്. അന്ന് അതിൽ തൊട്ട് മാറുകയുമില്ല. ഇതെങ്ങനെയാലും പറഞ്ഞോ സാർ. നമുക്ക് മുന്നോട്ട് പോകാം സാർ. ബ്രേക്ക് കഴിഞ്ഞു. പ്രശ്നം ഉണ്ടാക്കല്ലേ. അല്ല, ഞാൻ പറയട്ടെ, എനിക്ക് ഇതിന് സമയം തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. പോരെ, നിങ്ങൾ ഈ സ്റ്റുഡിയോ ഫ്ലോറിൽ ഒരു രാഷ്ട്രീയക്കാരനെ വിളിച്ചു വരുത്തിയിട്ട് സമയം തരുന്നില്ല, അവസരം തരുന്നില്ലെങ്കിൽ ഇവരത് പറയാൻ പാടില്ല. ഇവിടുന്ന് ഇറങ്ങിപ്പോവും.
സാർ പോലെ സാർ 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 പ്ലീസ് സാർ. ഇറങ്ങിപ്പോയിട്ട് ഒരു പെണ്ണ് തൊട്ടപ്പോ ഞാൻ പൂച്ചയെ പോലെ വന്ന് നിൽക്കുന്നു. നാണം ഉണ്ടോടോ നിങ്ങൾക്ക്? അത് വേറെ കാര്യമുണ്ട്. പറ. ഇന്ന് വനിതാ ദിനാണ്. വനിതകൾ പറയണത് അംഗീകരിക്കണം. ആണോ? അയ്യോ, എന്തെങ്കിലും കാണിക്കണം. അത് അറിഞ്ഞില്ല. എന്ത് വനിതാ ദിനാണെന്ന്? വേണമെങ്കിൽ തൊട്ടോടാ, അത് മതി. പറ. അപ്പൊ സാറേ വീണ്ടും പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. സാറിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന പാലാങ്കര മണ്ഡലത്തിൽ നിന്നും 56% വോട്ടുകൾ വോട്ടെണ്ണൽ പൂർത്തിയായിക്കൊണ്ടിരുന്നപ്പോൾ സാറിന്റെ സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. 2-ാം സ്ഥാനത്തേക്കല്ല, 3-ാം സ്ഥാനത്തേക്കാണ് തള്ളപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഇതിനെ കുറിച്ച് സാറിന് പറയാനുള്ളത്? അല്ല, അതിന് കാരണം ഉണ്ടാവും. നമ്മളിപ്പോ ഇപ്പൊ ചെറിയൊരു ഇതല്ലേ വന്നിട്ടുള്ളൂ. അതെ, അതിന്റെ വിശദീകരണങ്ങൾ വിശദീകരിക്കണം, ജനങ്ങളോട് വിശദീകരിക്കണം. ഞാൻ അക്കമിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കാനഡയിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നില്ല. മറ്റുള്ള രാജ്യത്ത് നിന്ന് അവിടെ ചെന്ന് കുട്ടികൾ പഠിക്കുന്നു. അത് ഇവിടുത്തെ ഒരു കാരണമാണ്. അത് ഇവിടുത്തെ ഒരു കാരണമാണ്. പിന്നെ ആഫ്രിക്കൻ കാടുകളിൽ ആനകളില്ല. അത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഓസ്ട്രേലിയയിൽ കങ്കാരുക്കൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. അതൊരു പ്രശ്നമാണ്. മനസ്സിലായോ? ഓസോൺ പാളികൾക്ക് വിള്ളൽ വീണു. അതൊരു പ്രശ്നം. സാർ, ഓസോൺ പാളികൾക്ക് വിള്ളലുണ്ടായാൽ സാർ നിങ്ങളുടെ പാർട്ടിക്ക് എങ്ങനെയാണ് വോട്ട് കുറയുന്നത്? ഹീറ്റ് അടിക്കൂലോ, ചൂടല്ലേ, ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റും. എന്തുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല? നിർജ്ജലീകരണം ഉണ്ടാവും. നിർജ്ജലീകരണോ? ഇയാള് കിടന്ന് ഉരുളയാണെന്നേ. പിന്നെ തോറ്റ് പോകുന്ന ഘട്ടം വന്നപ്പോ ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? അമേരിക്ക, ഓസോൺ പാളി. നിന്റെ പാർട്ടിയിൽ അങ്ങനെ എന്തോരോ കള്ളത്തരങ്ങൾ സ്വയം നശിക്കാൻ വേണ്ടി പോസ്റ്റർ എഴുതി വെച്ചവരായി. തട്ടിപ്പ് പറയുന്നത് ശരിയാണ്. സ്വന്തം സ്ഥാനാർത്ഥിയുടെ നാട് കുട്ടിച്ചോറാക്കുന്നു നിങ്ങൾ പോസ്റ്റർ എഴുതി വെച്ചു, ബാനർ എഴുതി വെച്ചു. അത് ശരിയല്ലേ? അത് ശരിയാണ്. പക്ഷെ അത് അങ്ങനെയല്ല. കാരണം എന്റെ സ്ഥാനാർത്ഥിയാണ് കുട്ടി. നാട് കുട്ടി ജോറാക്കും എന്നാണ് എഴുതേണ്ടത്. പക്ഷേ എഴുതി വന്നപ്പോ ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയി. നാട് കുട്ടിച്ചോറാക്കുന്നായി പോയി. അതിന് ഇത്ര പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ചെറിയ അല്ല സാർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരു പെൺകുട്ടി കയ്യിൽ മുറിവുമായിട്ട് വന്നു, അതായത് സ്റ്റിച്ചുമായിട്ട് വന്നു. അവരെ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. മാത്രമല്ല പോളിംഗ് ബൂത്തിൽ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വന്നു. അത് ശരിയാണോ? ഇതോ അത് മറ്റൊന്നും കൊണ്ടല്ല, കള്ളവോട്ട് ചെയ്യുമെന്ന് ആ കുട്ടി എങ്ങനെയാണ് സാർ കള്ളവോട്ട്? നിങ്ങൾക്ക് എന്താണ് വല്ല മുൻപരിചയം കള്ളവോട്ട്? ഇതിന് മുമ്പത്തെ ഇലക്ഷനിൽ 10 പേരിലും തുണി കെട്ടിയിട്ട് ഒരാള് കള്ളവോട്ട് ചെയ്യാൻ വന്നു. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാറില്ലേ? വാതൊന്നും ചോദിക്കട്ടെ. ചോദിച്ചിട്ട് അയാളൊന്നും പറഞ്ഞില്ല. എന്താ പറയാൻ? അയാൾ നാക്കിലും തുണി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ അണ്ണാക്കി കൂടെ കുത്തി കയറ്റി പോയി തുണി. നിർത്താം. 90% വോട്ടെണ്ണൽ പൂർത്തിയായി കഴിഞ്ഞു. കേരളത്തിൽ 2 പാർട്ടികളും സമാസമം തുല്യമായി സീറ്റുകൾ പങ്കുവെച്ചതൊക്കെയാണ്. ഇനി ഒരിടത്ത് മാത്രമേ ഫലം പ്രഖ്യാപിക്കാനുള്ളൂ. വോട്ടെണ്ണൽ കഴിഞ്ഞു, പൂർത്തിയായി കഴിഞ്ഞു. സിപിആറിന്റെ സ്ഥാനാർത്ഥി 108 വോട്ടുകൾക്ക് സിപിആറിന്റെ സ്ഥാനാർത്ഥി 108 വോട്ടുകൾക്ക് തോറ്റിരിക്കുന്നു. 108 വോട്ടുകൾക്ക് 108 108 വോട്ടുകൾക്ക് സിപിആറിന്റെ എവിടെ? അയ്യോ CPR വിളിച്ചാ പോരാ, പുള്ളിക്ക് CPR കൊടുക്കണം. ഇപ്പോഴാണ് പുള്ളിയുടെ പേര് കറക്റ്റ് ആയത്. CPR. ആരാ 108 വിളിച്ചേ? ആംബുലൻസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്, പെട്ടെന്ന് വാ. അയ്യോ, 108 വിളിച്ചതല്ല, പിന്നെ ഞങ്ങളൊരു നമ്പർ കൗണ്ട് പറഞ്ഞതാണ് 108. എന്തോ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാനെ കൊണ്ട് സമയത്ത്. അല്ല ചേട്ടാ, എന്തായാലും നിങ്ങൾ വന്നതല്ലേ, ഇനി കാലിക്ക് തിരിച്ചു പോകണ്ട. പോകുമ്പോ ഈ സാധനത്തിനെ കൂടി കൊണ്ടുപോയിക്കോ.